മായക്ക് പീരീഡ് ഫ്രീ ആണോ? അതെ ടീച്ചറെ. എന്റെ ലതിക ടീച്ചറെ, ഇപ്പോൾ പത്രം തുറന്ന് വായിക്കാൻ തന്നെ പേടിയാ. അതെന്താ ടീച്ചർ? ഓരോ ദിവസവും വരുന്ന വാർത്തകൾ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ? കണ്ട ടീച്ചറെ, ഈ പത്രത്തിലേതൊന്ന് വായിച്ചു നോക്കിക്കേ. മകൻ അപ്പനെ കൊല്ലുന്നു, അപ്പൻ മകനെ കൊല്ലുന്നു, മകളെ പീഡിപ്പിക്കുന്ന അച്ഛൻ, കാമുകന്റെ ഒപ്പം പോകുന്ന മാതാവ്, കാമുകിമാരോടൊപ്പം പോകുന്ന പിതാക്കന്മാർ. നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണോ? നാടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മുടെ സ്കൂളിലെ ചില കുട്ടികളുടെ കാര്യമോ? അതെന്നാ ടീച്ചറെ, എന്താ വിഷയം? ഞാൻ തന്നോട് കഴിഞ്ഞ ദിവസം ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നില്ലേ, ഓർക്കുന്നുണ്ടോ? പഠനയാത്രയുടെ കാര്യമാണോ? അതല്ല, നമ്മുടെ വിഷ്ണുമായയുടെ കാര്യം. ആ ശരിയാ, ഞാൻ ഓർക്കുന്നു. ആ കുട്ടിക്ക് എന്ത് പറ്റി? താനിപ്പോൾ പത്രത്തിൽ ചില വാർത്തകൾ വായിച്ചില്ലേ, അതുപോലെ ഒരു കാര്യം. പീഡനം വല്ലതുമാണോ എന്റെ ഗുരുവായൂരപ്പ? അതൊന്നുമല്ലെന്നേ. പിന്നെ ഇന്ന് കുട്ടികളെ വഴിതെറ്റിക്കുന്നതിൽ മൊബൈൽ ഫോണുകളുടെ പങ്ക് എത്രമാത്രമെന്ന് താൻ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടേത് കൊച്ചു കുട്ടികളല്ലേ, അവരെ കുറിച്ച് അത്തരം ഒരു വേവലാതിയുടെ ആവശ്യമുണ്ടോ? കുട്ടികളല്ല, മാതാപിതാക്കളായാലോ? പത്രത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത്തരം വാർത്തകൾ. പക്ഷേ ഇത്രയും പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. താനാരോടും പറയണ്ട, തന്നോട് വിശ്വാസമുള്ളതുകൊണ്ട് പറയുക. ഈ വിഷ്ണുമായയുടെ അമ്മയാണിപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം. ആ പാവ സ്ത്രീയോ? അതെ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അമ്മയിൽ വന്ന മാറ്റമാണ് ആ കുട്ടിയുടെ പ്രശ്നം. അവർ വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു, അവൾക്ക് നല്ലൊരു അമ്മയുമായിരുന്നു. അവളെ എത്ര നന്നായാണ് അവർ നോക്കിക്കൊണ്ടിരുന്നതെന്നറിയാമോ? പക്ഷേ ഈ ഇടയായി ചില മാറ്റങ്ങൾ, അതാണ് പ്രശ്നം. താൻ ഓർക്കുന്നില്ലേ, കഴിഞ്ഞ വർഷമൊക്കെ ആ കുട്ടി എത്ര മിടുക്കിയായി വന്നുകൊണ്ടിരുന്നതെന്ന്? ശരിയാ ടീച്ചറെ, ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ അവൾക്ക് എന്ത് പറ്റി? അവളുടെ അമ്മ എപ്പോഴും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മറുതലക്കൽ ആരാണെന്നറിയില്ല. അതുകൊണ്ട് അവർ വീട്ടുകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. വീട്ടുജോലികൾ, വിഷ്ണുവിൻ്റെയും അനിയൻ്റെയും കാര്യങ്ങൾ, അവരുടെ പഠിത്തം, യാതൊരു കാര്യത്തിലും അവരുടെ ശ്രദ്ധയില്ലാതായി. അടക്കി പിടിച്ച സംസാരം, ചുണ്ടിൽ മിന്നിമറയുന്ന പുഞ്ചിരി. ഓ, ആ കുട്ടി വിവരിച്ചു തന്റെ മനസ്സിൽ തികട്ടി വരുന്നു. അവർ ഒരു പാവ സ്ത്രീയായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്തായാലും ആ മിടുക്കിക്കുട്ടിയുടെ ഭാവി കളയാൻ ഞാൻ സമ്മതിക്കില്ല. അതിനായി അവരെ ഒന്ന് കാണാനിരിക്കുക ഞാൻ. ഏതായാലും അവരെ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കണ്ട. മദർ പീറ്റിയെ വിളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരോട് സംസാരിക്കാം. മായ പറഞ്ഞത് ശരി. എങ്കിൽ പിന്നെ അങ്ങനെയാകാം അല്ലേ? ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ടീച്ചർ രാവിലെ പറഞ്ഞിരുന്നു സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പേരൻസിന് ഒരു ക്ലാസ് എടുക്കണമെന്ന്. എങ്കിൽ പിന്നെ അത് ഈ മദർ പീറ്റിയെ വിളിക്കുമ്പോൾ ആയിക്കൂടെ? ഏതായാലും ലതിക ടീച്ചർ തന്നെ ക്ലാസ് എടുക്കണമെന്നാണ് പറഞ്ഞത്. ഞാനോ? അയ്യോ, എനിക്കൊന്നും അറിയില്ല. പിന്നെ ഏതായാലും ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ പേരൻസിന് ഇത്തരം ഒരു ക്ലാസ് അത്യാവശ്യമാണ്. അതേതായാലും ശരിയാണ്. എന്നാൽ ടീച്ചർ തന്നെ എടുക്ക്. ഞാൻ നോക്കാം, നെറ്റിലൊക്കെ കാണുമല്ലേ കുറെ വിവരം. അതിനെ കുറിച്ചൊന്ന് എല്ലാം നോക്കിയിട്ട് ക്ലാസ് എടുക്ക്. ആ, ശ്രമിക്കാം. ഇന്ന് നമുക്കൊരു പ്രത്യേക വിഷയത്തെ പറ്റിയുള്ള ക്ലാസ് എടുക്കുന്നതിനാണ് നിങ്ങളെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങളെ പറ്റി ഒരു ബോധവൽക്കരണ ക്ലാസ്. മാതാപിതാക്കളും കുട്ടികളും ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുമായി പങ്കുവയ്ക്കാം. മറ്റു ചില കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. അറിയാമല്ലോ, ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും കാണാറില്ലേ? ആ, ശ്രീലക്ഷ്മിയോ, വരൂ. മാധ്യമങ്ങളുടെ സ്വാധീനം വളരെയേറെ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലത്ത് ഈ മാധ്യമങ്ങൾ കൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ, സമൂഹത്തിനുണ്ടാകുന്ന ദോഷങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു. ലോകം ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വിധം ഇന്ന് വിവരസാങ്കേതിക വിദ്യ പുരോഗമിച്ചിരിക്കുന്നു. പക്ഷേ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുന്നവർ മാനസികമായി വളരെയേറെ അകന്നിരിക്കുന്നു. എന്താ, ശരിയല്ലേ? നമുക്കറിയാം, ഇന്ന് അണുകുടുംബങ്ങളാണ് മിക്കതും. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒരേ വീട്ടിലാണെങ്കിലും അവരവരുടെ മുറികളിൽ സ്വന്തം കമ്പ്യൂട്ടറിന് മുമ്പിൽ സമയം ചെലവഴിക്കുന്നു. പരസ്പരം ശരിയായ ആശയവിനിമയമില്ല. ഭക്ഷണം റെഡിയായി ഭക്ഷിക്കുവാനായി കടന്നു വരാൻ ഭാര്യ ഭർത്താവിനും മക്കൾക്കും SMS അയക്കുകയോ മൊബൈൽ ഫോണിൽ വിളിച്ചു പറയുകയോ ചെയ്യുന്ന ഒരു ന്യൂ ജനറേഷൻ രീതി.
നമ്മുടെ ആരുടെയും വീട്ടിൽ അങ്ങനെയൊന്നും കാണില്ലായിരിക്കും. മുഖഭാവം കാണുമ്പോഴറിയാം ഞങ്ങളാരും അത്രയ്ക്കങ്ങ് പുരോഗമിച്ചില്ല എന്ന്. ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, മൊബൈൽ ഫോൺ തുടങ്ങിയവയുടെ ദുരുപയോഗങ്ങളെപ്പറ്റി വളരെയേറെ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തു. ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതമായ ഭാവിക്ക് സഹായകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ചുറ്റുപാടും കാണുന്ന മറ്റൊരു ദുഷ്പ്രവണതയിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. മിസ്ഡ് കോൾ പ്രണയം. പത്രങ്ങളിലൊക്കെ ദിവസേന ഇത്തരം വാർത്തകൾ നാം കാണാറില്ലേ? ശ്രീലക്ഷ്മിക്ക് ഫോൺ വന്നല്ലേ, എടുത്തോളൂ. എന്നാൽ കുഞ്ഞുങ്ങൾ മാത്രമാണോ ഇത്തരം വലയിൽ വീഴാറുള്ളത്? എന്താ നിങ്ങളുടെ അഭിപ്രായം? മക്കൾക്ക് നേർവഴി കാട്ടേണ്ട മാതാപിതാക്കളും മുതിർന്നവരും ഒക്കെ ഇത്തരം ചതിക്കുഴികളിൽ വീണു പോകുന്നു എന്ന നഗ്നസത്യം നാം വിസ്മരിച്ചുകൂടാ. ചില വാർത്തകൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. മിസ്ഡ് കോൾ പ്രണയത്തിൽ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട വീട്ടമ്മ സെക്സ് റാക്കറ്റിന്റെ വലയിലകപ്പെട്ട വാർത്ത നിങ്ങൾ വായിച്ചു കാണുമല്ലോ. ഇതുപോലെ മറ്റൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഫേസ്ബുക്ക് ഫ്രണ്ടായ വീട്ടമ്മയുമായി ഒളിച്ചോടാൻ മോഷണം നടത്തി പിടിയിലായ ഒരു ചെറുപ്പക്കാരൻ്റെ വാർത്ത. മറ്റൊരെണ്ണം, മിസ്ഡ് കോൾ വഴി പരിചയപ്പെട്ട 22-കാരനോടൊപ്പം 33-കാരിയായ വീട്ടമ്മ 2 പെൺമക്കളുമായി നാടുവിട്ടു. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ 2 മാസത്തിന് ശേഷം കണ്ടെത്തി. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ഇത്തരം സംഭവങ്ങൾ വായിക്കുമ്പോൾ നാം ഓർക്കണം, ഇതിൻ്റെ അനന്തരഫലങ്ങൾ അല്ലെങ്കിൽ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്ന 1-2 പേർ മാത്രമാണോ? പ്രധാനമായും വാർത്തയിൽ അകപ്പെടുന്നവരുടെ കുഞ്ഞുങ്ങൾ, കുടുംബാംഗങ്ങൾ, അവരുടെയൊക്കെ ഭാവിയോ? ചതിക്കുഴികളെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോഴേക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകാത്ത വിധം കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കും അല്ലേ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ആകാം. മാതാപിതാക്കൾ എന്ന നിലയിൽ നാം വളരെയേറെ ജാഗരൂകരായിരിക്കുക. കുഞ്ഞുങ്ങൾ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ ഇവ ഉപയോഗിക്കുമ്പോൾ അവയെപ്പറ്റി നാമും ബോധവാന്മാരായിരിക്കുക. കുട്ടികൾക്ക് സ്വകാര്യമായി കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ കഴിവതും കമ്പ്യൂട്ടർ സ്ഥാപിക്കാതിരിക്കുക. ഇതൊക്കെയാണ് നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. വീട്ടിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും പുറത്ത് ഇഷ്ടംപോലെ ഇന്റർനെറ്റ് കഫേകളില്ലേ, അതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും? അതെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുമുണ്ട്. ചെറുപ്പത്തിൽ തന്നെ നല്ല മൂല്യബോധമുള്ളവരാക്കി കുഞ്ഞുങ്ങളെ വളർത്തുക. മാതാപിതാക്കളോട് എന്തും തുറന്ന് ചർച്ച ചെയ്യാനുള്ള സാഹചര്യവും നൽകുക. കുഞ്ഞുങ്ങളുടെ സ്കൂളുമായും അധ്യാപകരുമായും നല്ല ബന്ധം പുലർത്തുക. അവരുമായി കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അങ്ങനെ കൂട്ടായ ശ്രമത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഭാവി നമുക്ക് പടുത്തുയർത്തുവാൻ കഴിയണം. സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി ഒരു ഏകദേശ ധാരണ ലഭിച്ചു കാണുമെന്ന് കരുതുന്നു. ഇത്തരം ദുരന്തങ്ങൾ നാമോ നമ്മുടെ കുഞ്ഞുങ്ങളോ അകപ്പെടാതിരിക്കാൻ ജഗദീശൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുത്തൻ ഉണർവോടെ നമുക്ക് മടങ്ങാം. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്താ ശ്രീലക്ഷ്മി, കുറച്ച് നാളായല്ലോ ഈ വഴിയൊക്കെ വന്നിട്ട്, ഞങ്ങളെയൊക്കെ മറന്നുപോയോ? എൻ്റെ മോൾ എങ്ങനെയുണ്ട് ടീച്ചർ? വിഷ്ണുമായി ഇപ്പോൾ പഴയ വിഷ്ണുമായേ അല്ല, ആകെ മാറിയിരിക്കുന്നു. വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ടീച്ചർക്കറിയില്ല എൻ്റെ വീട്ടിലെ സാഹചര്യം. വിഷ്ണുവിൻ്റെ അച്ഛൻ എന്നും കുടിച്ചാ വരുന്നത്.
എൻ്റെയും കുട്ടികളുടെയും കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല. ഞങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ട്. ശ്രീലക്ഷ്മി, എല്ലാറ്റിനും നമുക്ക് ന്യായീകരണങ്ങൾ കാണും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഭാവിയുടെ പ്രതീക്ഷയാണ്. അവരുടെ ഭാവി നശിപ്പിക്കാൻ നാം അവസരം കൊടുക്കരുത്. നമ്മളുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കും. അതവരിൽ വിപരീത ഫലം ഉളവാക്കും. ശ്രീലക്ഷ്മിക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞാൻ ശ്രദ്ധിക്കാൻ ടീച്ചറെ. എങ്കിൽ ശരി, പൊയ്ക്കോളൂ. ശ്രീലക്ഷ്മി, നമുക്ക് വീണ്ടും കാണണം, താമസിയാതെ തന്നെ. വിഷ്ണു, എന്താ വിഷ്ണു? ടീച്ചർ, അമ്മ ആകെ ടെൻഷനിലാണ്. പഴയതുപോലെ ഫോൺ സംസാരമില്ല. ഫോൺ കോൾ വരാറില്ലേ? പലപ്പോഴും കോൾ വരാറുണ്ട്. പക്ഷേ അമ്മ ഫോൺ എടുത്ത് നോക്കിയിട്ട് താഴെ വെക്കും. വിഷ്ണുവിന്റെ അടുത്ത് നോക്കിക്കൂടെ? ഞാൻ നോക്കി ടീച്ചറെ. അമ്മ എപ്പോഴും വിളിക്കുന്ന നമ്പർ മിസ്ഡ് കോൾ എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത്. ടീച്ചർ ഒന്ന് അമ്മയോട് സംസാരിക്കണം. ഞാൻ വിളിച്ചാൽ അമ്മ വരുമോ? വരും. എങ്കിൽ എത്രയും പെട്ടെന്ന് കഴിയുമെങ്കിൽ നാളെ തന്നെ വന്ന് എന്നെ കാണാൻ അമ്മയോട് പറയൂ. ശരി ടീച്ചർ, ഞാൻ പറയാം. ടീച്ചർ, ലതിക ടീച്ചർ. ശ്രീലക്ഷ്മിയോ? കയറി വരൂ. നിങ്ങളുടെ ഇന്നത്തെ കമ്പ്യൂട്ടർ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾ ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. ശബ്ദം ഉണ്ടാക്കാതെ ലൈനായി ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. ശ്രീലക്ഷ്മി, ഞാൻ വരുന്നു. മോനിന്ന് അംഗൻവാടിയിൽ പോയില്ലേ? എന്താ ശ്രീലക്ഷ്മി, മോൻ എന്തു പറ്റി? മോന് ജലദോഷവും ചുമയും ഒക്കെയാ. പോകുന്ന വഴി ഡോക്ടറെ കണ്ടിട്ട് വേണം പോകാൻ. ഇഷ്ടമായി പറഞ്ഞിട്ടാണോ ശ്രീലക്ഷ്മി ഇറങ്ങിയത്? മോൻ അങ്ങോട്ട് മാറിയിരുന്നോളൂ. അവിടെ പോയിരുന്ന് കളിച്ചോളൂ. പുറത്തോട്ട് സംസാരിച്ചാലോ? ഇവിടെ ഭയങ്കര ചൂടാ. ഇഷ്ടമായി എങ്ങനെയുണ്ട് ടീച്ചർ? വിഷ്ണുമായ വളരെ മിടുക്കിക്കുട്ടിയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങളോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവളെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ആ പഴയ മിടുക്കിക്കുട്ടിയെ നമുക്ക് അതുപോലെ തന്നെ തിരികെ കൊണ്ടുവരണ്ടേ? ടീച്ചർ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത്രമാത്രം. വീട്ടിലെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ ഒക്കെ ഒന്ന് തുറന്ന് സംസാരിക്കുക. ഞാൻ പറയാം ടീച്ചറെ. ടീച്ചറുടെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ വളരെ അസ്വസ്ഥയായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ കുറേയൊക്കെ കാര്യങ്ങൾ ടീച്ചർക്ക് അറിയാമല്ലോ. അദ്ദേഹം മിക്കവാറും മദ്യപിച്ചാണ് വീട്ടിലെത്തുന്നത്. വലിയ ബഹളമോ വഴക്കോ പതിവില്ല. എന്നാൽ സ്നേഹപൂർവമായ ഒരു അന്വേഷണമോ സംസാരമോ ഒന്നും പതിവില്ല. കൃത്യസമയത്ത് ആഹാരം കഴിക്കണം, TV കാണണം, കിടന്നുറങ്ങണം. ഇതാണ് പതിവ്. എനിക്കോ കുഞ്ഞുങ്ങൾക്കോ ഒരസുഖം വന്നാൽ അത് ശ്രദ്ധിക്കാൻ സമയമില്ല. കുഞ്ഞുങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പോലും അറിയാമോ എന്ന് സംശയമാണ്. അത് ശരിയാണല്ലോ. വിഷ്ണുമായുടെ അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ഞാനോർത്ത് ജോലി തിരക്കായിരിക്കുമെന്ന്. ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നിയിരുന്നൊരു സമയമായിരുന്നു അത്. ആ സമയത്താണ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ആരായിരുന്നു അത്? അതൊരു റോങ് നമ്പർ ആയിരുന്നു. ഏതോ ഒരു പുരുഷ ശബ്ദമായിരുന്നു അത്. എന്നിട്ട് നിങ്ങൾ വിളിച്ച നമ്പർ ഇതല്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. 2 ദിവസത്തിനകം വീണ്ടും വിളി വന്നു. ഞാനത് എടുക്കാൻ പോയില്ല. വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? എടോ, ഞാൻ ആരെയും പിടിച്ചു വിഴുങ്ങുന്ന ഭൂതമോ ചെകുത്താനോ ഒന്നുമല്ല. ഞാനൊരു സാധാരണ മനുഷ്യൻ എന്നു തുടങ്ങിയ സംസാരം പിന്നീടൊരു പതിവായി മാറി. പിന്നീട് ഞാൻ ആ വിളിക്കായി കാത്തിരുന്നു.